ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾ IT സെക്ടറിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ടൂറിസം സെക്ടറിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൈൽ സെക്ടറിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ മൈനിങ് സെക്ടറിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ റിയാലിറ്റി സെക്ടറിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് ബേസ്ഡ് സെക്ടർ, അതായത് മാർക്കറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളുള്ളവരാണെങ്കിലോ, ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം സമയമില്ലെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എലിയറ്റ് വേവിനെ പറ്റി പഠിക്കണം. എലിയറ്റ് വേവ് എന്ന് പറയുന്ന സംഭവം ലോകത്തിലുള്ള എല്ലാ വളർച്ചകളും എലിയറ്റ് വേവിൻ്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അതായത് ഇതാണ് എലിയറ്റ് വേവ്. ആദ്യം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു വളർച്ച ഉണ്ടാവും. വേവ് 1 കാണാം. ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അഹങ്കാരം തോന്നും. അപ്പോൾ പ്രകൃതി നമ്മളെ താഴ്ത്തും. അതാണ് വേവ് 2. അത് കഴിയുമ്പോൾ ആ തളർച്ചയും ആ ഒരു നെഗറ്റിവിറ്റിയും ഇതെല്ലാം കാരണം അതിൽ നിന്ന് ഒരുപാട് നമ്മൾ പാഠം പഠിച്ചിട്ട് ആ പാഠങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് വീണ്ടും പ്രയത്നിക്കുമ്പോൾ വേവ് 3 ഗ്രോത്ത് ഉണ്ടാവും. അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. വേവ് 1-നെക്കാട്ടിലും 1.5 ടൈംസ് ഒക്കെ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് സയൻറ്റിസ്റ്റ്. അങ്ങനെ ഗ്രോത്ത് ഉണ്ടായി ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് അഹങ്കാരം വരും. അപ്പോൾ വീണ്ടും പ്രകൃതി നമ്മളെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട്, പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് 3 എത്തുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും വളരുന്നതൊക്കെ കാണുമ്പോൾ നമ്മളും കഷ്ടിച്ച് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ വരണം എന്നുള്ള രീതിയിൽ വേവ് 5 ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കും. വേവ് 5-ന് ശേഷം പിന്നെ ഒരു 50%, അതായത് വേവ് 1 തൊട്ട് വേവ് 5-ൻ്റെ ലെങ്ത്തിൻ്റെ ഒരു 50% ഡിപ്രീഷിയേറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ആയതിന് ശേഷം വീണ്ടും എലിയറ്റ് വേവ്. ഇത് ഈ 1 to C എന്നുള്ളത് വേവ് 1 വേവ് 2 ആയിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഒരു മാസീവ് എലിയറ്റ് വേവ് ആവും. ഇങ്ങനെയാണ് വളരുന്ന സാധനങ്ങളെല്ലാം വളരുക. അപ്പോൾ ഈ അതായത് വലിയ സ്കെയിലൊക്കെ വളർത്തുന്ന ആൾക്കാർ യൂഷ്വലി ഈ പാറ്റേണിലാണ് സംഭവങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷനാണ്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സംഭവം ഗ്ലോബൽ എക്കോണമി വർക്ക് ചെയ്യുന്നത് US അല്ലെങ്കിൽ വെസ്റ്റ് ബേസിലാണ്. കാരണം വെസ്റ്റിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടാണ് ഇവിടുത്തെ IT സെക്ടർ വളരുന്നത്. വെസ്റ്റിൽ നിന്ന് വരുന്ന പൈസ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് അവർ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ മാനുഫാക്ചറിങ് സെക്ടേഴ്സൊക്കെ വളരുന്നത്. അതേപോലെ സകല ഓയിൽ വാങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ US ഡോളറിൽ തന്നെ വാങ്ങണം. അപ്പോൾ US ഡോളർ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ അവിടുത്തെ ബാങ്ക്സിന് പോകുന്നുണ്ട്. അതേപോലെ അതിൻ്റെ മൂല്യം കൂടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് US എക്കോണമി തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരുവിധം ഏഷ്യൻ എക്കോണമി മറ്റ് എക്കോണമീസൊക്കെ തകരും. അപ്പോൾ US എക്കോണമിൻ്റെ വളർച്ച കാണിക്കുന്നത് അവിടുത്തെ കറൻസിയാണ്. കാരണം ആ കറൻസിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് അത് വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക. അപ്പോൾ US ഡോളറിൽ എലിയറ്റ് വേവ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് വേവ് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് ഒരു അങ്ങനെ പറഞ്ഞാൽ ഈ ABC-ന് റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് വേവ് സൂം ചെയ്താൽ കാണുന്നത് ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും. 1 2 3 4 ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്നാണ് പിന്നെ ഈ സാധനം അടിച്ചു കയറുക. യൂഷ്വലി 5 ഇങ്ങനെ അടിച്ചു കയറിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി നടക്കുക. അത് ഈ ഫോർത്ത് വേവ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ വേവിൻ്റെ 50% കവറാവും. അങ്ങനെയാണ് യൂഷ്വലി ഫസ്റ്റ് വേവ് വരിക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ US ഡോളർ മന്ത്ലി പോയിന്റ് ഓഫ് വ്യൂവിൽ എവിടെ എത്തിയെന്ന് നോക്കാം. ഓക്കെ, മന്ത്ലി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് കണ്ടോ. ആദ്യം ഇത് US ഡോളർ എലിയറ്റ് വേവ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്രൂഫിനാണ് ഞാൻ ഇത് വരച്ചത്. അതായത്
ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ്, പിന്നെ അവിടെ നിന്ന് ഒരു എക്സ്റ്റെൻഡഡ് വേവ്, ഫിഫ്ത്ത് വേവ്. ഈ ബ്ലൂവിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നമ്മളുടെ കറണ്ട് എലിയറ്റ് വേവിൻ്റെ സ്ഥാനമാണ് ഞാൻ പറയുന്നത് US ഡോളറിൻ്റെ. പ്രീവിയസ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഒരു എലിയറ്റ് വേവ് പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ഇല്ലേ, ഈ ഫസ്റ്റ് വേവ് 1, 2ൻ്റെ ലെങ്ത് തന്നെയായിരിക്കും 2, അതായത് 1, 2, 3ൻ്റെ ലെങ്ത് തന്നെയായിരിക്കും 2, 3, 4 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 1, 2, 3ൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 325 മന്ത്സ് കാണുന്നുണ്ട്. അതിൽ 1 to 2ന് 258 മന്ത്സും 2 to 3ക്ക് 67 മന്ത്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മനസ്സിലാവും, അതായത് തേർഡിൽ നിന്നും ഫോർത്തിലോട്ട് വീണ്ടും 258 മന്ത്സും, ഫോർത്തിൽ നിന്നും ഫിഫ്ത്തിലോട്ട് വീണ്ടും 67 മന്ത്സ് ആയിരിക്കും എടുക്കുക. അപ്പോൾ USA എത്ര വരെ വളരും എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് ഈ 325ന്ന് 258 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വരെയും വളരും. അതിനുശേഷം ഇത് ഇടിയും. എത്ര വരെ ഇടിയും? 67 മാസം ഇടിയും. പിന്നെ തിരിച്ച് ബൗൺസ് ചെയ്യാൻ നോക്കും. ബൗൺസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതൊരു ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 50% വീണ്ടും ഫോളോ ആവും. ഓക്കെ, അപ്പോൾ 258 മന്ത്സ് ഇവിടെ നിന്നും, അതായത് റെഡ് ലൈനിൽ നിന്നും 258 മന്ത്സ് വളർന്നതിന് ശേഷം അടുത്ത റെഡ് ലൈൻ 67 മന്ത്സ് കഴിയുമ്പോൾ അതൊന്ന് താഴും. പിന്നെ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് വേവിൻ്റെ 50% ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ശേഷമേ വീണ്ടും കയറുള്ളൂ. അതെത്രയായിരിക്കും? ഈ റെഡ് ലൈനിൽ നിന്നും വീണ്ടും 325 മന്ത്സ് എഗെയിൻ. അപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവങ്ങൾ നടക്കുക. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് നടക്കുക എന്നുള്ളതാണ് ഞാൻ പിന്നെ നോക്കിയത്. അപ്പോൾ ഈ റെഡ് ലൈൻ, അതായത് 2008 ജാനിൽ നിന്നും 325 മാസം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് മാർച്ച് 2035 ആണ്. ഫസ്റ്റ് മാർച്ച് 2035 US ഡോളർ 85 രൂപ വരെ എത്തും. ഓക്കെ, 85 രൂപ വരെ എത്തും പറഞ്ഞാൽ അത്രയും ഡിപ്രീഷിയേറ്റ് ആവും. ഇത് എങ്ങനെ കയറും? അപ്പോൾ ഏതുവരെ കയറും നോക്കിയപ്പോൾ ഫസ്റ്റ് ജൂൺ 2029. അപ്പോൾ ഫസ്റ്റ് ജൂൺ 2029 വരെ USA വളർച്ചയുള്ളൂ. ഫസ്റ്റ് ജൂൺ 2029 മുതൽ USA ഫോളോ ആയി തുടങ്ങും. ആദ്യം 85 വരെ ഫോളോ ആവും, എന്നിട്ട് തിരിച്ച് കയറാൻ നോക്കും. തിരിച്ച് കയറാൻ നോക്കി അതിന് വേറൊരു 67 മന്ത്സ് എടുക്കും. അതായത് ഒരു മിനിറ്റ് ഗൈസ്, 1 October 2040. അപ്പോൾ ഈ 1 October 2040 തിരിച്ച് കയറാൻ നോക്കിയിട്ട് പിന്നെ ഭയങ്കരമായിട്ടൊരു പതനം. എന്നിട്ട് ഇത് പതിക്കുന്നത് 50% ടച്ച് ചെയ്യുന്നത് 1 May 2062. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1 May 2062 തൊട്ടിട്ട് ഈ ജൂൺ 2029 ശേഷം വളർച്ചയേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോളർ വളർച്ചയില്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം നശിച്ച് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ഈ പീരീഡിൽ വളർന്നു തുടങ്ങും. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഇതിൽ ഈ പീരീഡ് ഉണ്ട്, അതായത് അപ്പോൾ 1 June 2029 തൊട്ടിട്ട് 1 October 2040. ഈ പീരീഡിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ USA അതിൻ്റെ ശക്തി പിടിച്ച് വെക്കാൻ നോക്കും. പക്ഷെ മറ്റ് ശക്തികൾ, അതായത് ഈസ്റ്റേൺ ശക്തികൾ എന്ത് ചെയ്യും? ഇതിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു ക്ലാഷ് എനിക്ക് വേൾഡ് വാർ ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് June 2029 മുതൽ October 2040 വരെ ആയിരിക്കും വേൾഡ് വാർ പീരീഡ്. ആ സമയത്ത് ലോകത്ത് മൊത്തം ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും, അതായത് എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ പീരീഡ് വളരെ സേഫ് ആയിരിക്കണം. ലോകത്ത് എവിടെയാണെങ്കിലും യുദ്ധമായിരിക്കും. അപ്പോൾ എവിടെയാണോ അവിടം ശക്തമാക്കാൻ നോക്കുക, വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാൻ നോക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുള്ളത് അറിയില്ല. അതിനുശേഷം 2062 വരെ US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വളരുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും 2062 വരെ. 2062 ശേഷം നിങ്ങൾ US മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസീവായിട്ട് വീണ്ടും വളരാൻ പറ്റും. അപ്പോൾ ഇത് അതായത് ജനറേഷൻസ് ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്ന ആഗ്രഹമുള്ളവർക്കുള്ള ഒരു മെസ്സേജാണ്. ഇനി ഞാനിതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ പഠിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവർ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ, അതായത് മെയ് 2002 മുന്നേ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു എലിയറ്റ് വേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എലിയറ്റ് വേവാണ് ഈ പച്ചയിൽ കാണിച്ചിരിക്കുന്നത്. ബ്ലൂ വെർട്ടിക്കൽ ലൈൻ്റെയും ഗ്രീൻ വെർട്ടിക്കൽ ലൈൻ്റെയും ഇടയിൽ ഒരു പച്ച എലിയറ്റ് വേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എലിയറ്റ് വേവ് നാട്ടുകാരെ പറ്റിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ 28 ബാർസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീക്കിൽ നിന്ന് 28 ബാർസ് ബാക്കിലോട്ട് നോക്കി. അപ്പോൾ ഏകദേശം 1 ഏപ്രിൽ 2026 മുതൽ പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ഏപ്രിൽ 2026 മുതൽ 1 ജൂൺ 2029 ഇടയിൽ ഒരു എലിയറ്റ് വേവ് ഉണ്ടാവും. അപ്പോൾ ഈ എലിയറ്റ് വേവ് കാണിക്കുന്നത് US വലിയ സംഭവമാണ്, US പോയാൽ മാത്രമേ രക്ഷയുള്ളൂ, വേറെ എവിടെ ജീവിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കും കാണിക്കുക. എന്നിട്ട് നമ്മുടെ പൈസ മൊത്തം നമ്മൾ അമേരിക്കയിലോട്ട്, ലോകത്തുള്ള എല്ലാ പൈസയും ഇവർ അബ്സോർവ് ചെയ്യും ഈ ഫേക്ക് എലിയറ്റ് വേവ് കാണിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. US മൈഗ്രേറ്റ് ചെയ്യണവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒരു 3 years മാത്രം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് 2029 ആകുമ്പോഴേ തന്നെ തിരിച്ച് നാട്ടിലോട്ട് വരുന്നതായിരിക്കും ബുദ്ധി. സോ ബി സേഫ്, ബിവെയർ, പ്ലാൻ യുവർ ബിസിനസ്, എല്ലാം ചെയ്യുക, രക്ഷപ്പെടുക, ഈ ട്രാപ്പിൽ കുടുങ്ങാതിരിക്കുക. താങ്ക് യു ഗൈസ്.